കേരള സർവകലാശാലയിൽ പ്ലാനിംഗ് ഡയറക്ടർ ഡോക്ടർ മിനി കാപ്പന് രജിസ്ട്രാറുടെ ചുമതല നൽകി VC ഡോക്ടർ സിസ തോമസ്. ജോയിന്റ് രജിസ്ട്രാർ P ഹരികുമാറിനെ രജിസ്ട്രാറുടെ ചുമതലയിൽ നിന്ന് മാറ്റി. ഇന്നലെ ഇടത് അംഗങ്ങളുടെ നേതൃത്വത്തിൽ ചേർന്ന അനധികൃത സിൻഡിക്കേറ്റ് യോഗത്തിന് പിന്നാലെ സസ്പെൻഷനിലായ രജിസ്ട്രാർ അനിൽകുമാറിന് ചാർജ് കൈമാറ്റം ചെയ്തതും അനധികൃതമായി ജോലിയിൽ പ്രവേശിച്ചതും വിവാദമായിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് നടപടി. വിവരങ്ങളുമായി ടിൻഡു ദാസ് ഒപ്പം ചേരുന്നു. ടിൻഡു, അതായത് നമ്മൾ പ്രതീക്ഷിച്ചത് തന്നെ ജോയിന്റ് രജിസ്ട്രാർക്കെതിരെയും നടപടി വരുന്നു, പകരം ചുമതല മറ്റൊരാളെ ഏൽപ്പിക്കുന്നു. വിവരങ്ങൾ നമ്മൾ രാവിലെ സൂചിപ്പിച്ചതുപോലെ തന്നെ ജോയിന്റ് രജിസ്ട്രാർ P ഹരികുമാറിനെതിരെ VC സിസ തോമസിന്റെ നടപടി വന്നിട്ടുണ്ട്. P ഹരികുമാറിനെ ജോയിന്റ് രജിസ്ട്രാർ സ്ഥാനം കൊണ്ടാണ് ഇപ്പോൾ ഉത്തരവ് വന്നിട്ടുള്ളത്. പ്ലാനിംഗ് ഡയറക്ടർ കൂടിയായിട്ടുള്ള മിനി കാപ്പനെയാണ് പരിഗണിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഇന്നലെ ചേർന്ന അടിയന്തര സിൻഡിക്കേറ്റ് യോഗത്തിൽ ഈ ജോയിന്റ് രജിസ്ട്രാറുടെ സാന്നിധ്യത്തിലായിരുന്നു അജണ്ടയിലില്ലാത്ത ഒരു ചർച്ച വരികയും ആ ചർച്ചയിൽ അന്തിമ തീരുമാനമെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. രജിസ്ട്രാർ KP അനിൽകുമാറിനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റുന്ന സമയത്ത് ജോയിന്റ് രജിസ്ട്രാർ കൂടിയായിട്ടുള്ള P ഹരികുമാറിനായിരുന്നു ചുമതല നൽകിയിരുന്നത്. ആ ചുമതലയിൽ നിന്നും ഇപ്പോൾ ജോയിന്റ് രജിസ്ട്രാറെ മാറ്റിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട അടിയന്തര VC യോഗവുമായി ബന്ധപ്പെട്ട P ഹരികുമാറിനോട് രാവിലെ 9 മണിക്ക് മുന്നോടിയായിട്ട് തന്നെ VC സിസ തോമസ് വിശദീകരണം തേടിയിരുന്നു. പക്ഷേ ആ വിശദീകരണം നൽകാതെ അദ്ദേഹം അവധിയിൽ പ്രവേശിക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ അതിനെതിരെയാണ്, അല്ലെങ്കിൽ ഇപ്പോൾ അത്തരത്തിൽ VC ആവശ്യപ്പെട്ടിട്ടും ഈ വിശദീകരണം നൽകാത്തതിൽ അതിനെതിരെയാണ് ഇപ്പോൾ നടപടി സ്വീകരിച്ചിട്ടുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഈ ഘട്ടത്തിൽ P ഹരികുമാറിനെ ആ സ്ഥാനത്തു നിന്നും ജോയിന്റ് രജിസ്ട്രാറുടെ സ്ഥാനത്തു നിന്നും മാറ്റിക്കൊണ്ട് അവിടെ പ്ലാനിംഗ് ഡയറക്ടർ കൂടിയായിട്ടുള്ള മിനി കാപ്പനെ നിയമിച്ചുകൊണ്ടാണ് ഇപ്പോൾ VCയുടെ ഭാഗത്തു നിന്നും ഒരു ഇടപെടൽ ഉണ്ടായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ രാജ്ഭവന്റെ ഭാഗത്തു നിന്നും വിശദീകരണം തേടുകയുണ്ടായിരുന്നു.